الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളുമൊക്കെ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യ പകുതി നമ്മളിൽ നിന്ന് വിട പറയാൻ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ നോമ്പ് സ്വീകാര്യമാവാൻ, നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാനൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ബിദ്അത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സകല ഖുറാഫാത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്കിടയിലുള്ള ബന്ധങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്ത് എല്ലാ ഹറാമുകളെയും പാടെ വെടിയാൻ സാധിച്ച് തൗബയോടുകൂടി ഈമാനോടുകൂടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഈ റമളാൻ കൊണ്ട് സാധിക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിൻ്റെ ശുദ്ധി കൈവരിക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സാമ്പത്തികമായ വിശുദ്ധി കൈവരിക്കുക എന്നതും. സക്കാത്തും സദഖയും നൽകുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അതിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട പല കടമകളും ബാധ്യതകളുമൊക്കെ പൂർത്തിയാകുന്നത്. പണം, സമ്പത്തിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട വിചാരങ്ങൾ എന്താണ്, നമുക്കുണ്ടാകേണ്ട ഒരു ബോധം എന്താണ്? ഒന്ന്, സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധമാണ്.
പലപ്പോഴും നമ്മുടേതാണ് എന്ന്, പൂർണ്ണമായും നമ്മുടേതാണ് എന്ന ബോധം ഉണ്ടാകുമ്പോൾ നമുക്കത് കൊടുക്കാൻ തോന്നില്ല, വിട്ടുകൊടുക്കാൻ തോന്നും. എന്റെ മിടുക്കൊണ്ട് മാത്രമാണ് അത് ഉണ്ടായത് എന്ന് വിചാരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമയും മറന്ന് കൊടുക്കാനൊന്നും തോന്നൂല. അപ്പൊ സമ്പത്ത് നമ്മുടേതല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈവശം ഏൽപ്പിച്ച ഒരു അമാനത്താണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിനിയോഗവും അതിന്റെ സമ്പാദനവും ഒക്കെ അള്ളാഹു പറഞ്ഞതുപോലെ ആവുക എന്നതാണ്. എങ്ങനെയും സമ്പാദിക്കാൻ പറ്റില്ല, എങ്ങനെയും ചെലവഴിക്കാൻ പറ്റില്ല. കാരണം ഈ പൈസ ആരുതാണ്, ഈ മുതലാരുതാണ്? അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ അള്ളാഹിന് ചില മാനദണ്ഡങ്ങൾ, ചില ക്രമീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ സമ്പാദിക്കൂ, നിങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമാവുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങളുടെ കൈവശം ഏൽപ്പിച്ച സമ്പത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ് നമുക്കൊരു അനന്തര സ്വത്ത് പോലെ ഏൽപ്പിച്ചതാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ അതിന്റെ ഒരു ഖലീഫയാണ്, അതിന്റെ സൂക്ഷിപ്പുകാരാണ്. അത് അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ചെലവഴിക്കുക എന്നാണ്. അങ്ങനെ വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ അജ്റുൻ കബീർ, അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ബോധം. രണ്ടാമത്തെ നമുക്കുണ്ടാകേണ്ട ബോധം എന്താണ്? പണത്തിന്റെ വിഷയത്തിൽ ആളുകൾ ഒരേപോലെയല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വല്ലാഹു ഫളല ബഅദുക്കും അലാ ബഅദിൻ ഫി റിസ്ഖി. റിസ്ഖിന്റെ വിഷയത്തിൽ, പണത്തിന്റെ വിഷയത്തിൽ, ഉപജീവനത്തിന്റെ വിഷയത്തിൽ മനുഷ്യരെല്ലാവരും ഒരേ ദർജയിലല്ല, ഒരേപോലെയല്ല എന്നാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഉള്ളവരും ഇല്ലാത്തവരും, പ്രയാസപ്പെടുന്നവരും സുഖിക്കുന്നവരും സന്തോഷിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ഒരു മിശ്രിതമായ ഒരു രൂപമാണ് മനുഷ്യർക്കിടയിലുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് ഒരു സൗഭാഗ്യമാണ്, പക്ഷേ അതുപോലെ തന്നെ ഒരു പരീക്ഷണമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ഈ സമ്പത്ത് ഉപയോഗിച്ച് നമ്മൾ അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അല്ലെങ്കിലോ നമ്മൾ വലിയ പരീക്ഷണത്തിൽ പെട്ടുപോകുമെന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളെ അള്ളാഹുവിന്റെ ഓർമ്മകളെ തൊട്ട് മറന്നു കളയുന്ന രൂപത്തിലാകില്ലേ, നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലാകില്ലേ എന്ന് മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ സമ്പത്ത് വാരിക്കൂട്ടുന്നതിന്റെ തിരക്കിൽ പലപ്പോഴും ഇതിന്റെ കടമകൾ നിർവഹിക്കാൻ മറന്നുപോവുക. മക്കളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിൽ മക്കളെ ദീനിയായി വളർത്താൻ നമുക്ക് കഴിയാതെ പോവുക. മക്കളുടെ പേരിൽ വിഷമിക്കുന്നവർ, സമ്പത്തിന്റെ പേരിൽ ദുഃഖിക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. അത് നമ്മൾ ഒരു പരീക്ഷണമായി മനസ്സിലാക്കുമ്പോൾ അതിന്റെയൊക്കെ ഉള്ളടക്കം നമുക്ക് ബോധ്യപ്പെടുമെന്നാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് കുറവാവട്ടെ കൂടുതലാകട്ടെ, അതില് മറ്റുള്ളവർക്ക് കൂടി അവകാശമുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. അതിന് നിർണീതമായ ഒരു വിഹിതം നമ്മുടേതല്ല, മൊത്തത്തിൽ തന്നെ നമ്മുടേതല്ല, പക്ഷേ നമ്മളുടെ കയ്യിലാണ് അതുള്ളത്. അതിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണ്. ആ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ട മുഴുവൻ സമ്പത്തിലെ ഒരു വിഹിതം നമ്മുടേതല്ല, അതിലെ ഹക്ക് മറ്റുള്ളവർക്കുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ലിസ്സാഇലി വൽ മഹ്റൂം. അത് ചോദിച്ചു വരുന്നവന് കൊടുക്കാനുള്ളതായിരിക്കും. ചോദിക്കാൻ തടസ്സമുള്ള മനുഷ്യരുണ്ടാവും, ചോദിച്ചു വരുന്നവരുണ്ടാവും, ചോദിക്കാൻ തടസ്സമായി നിൽക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് മാറ്റിവെക്കേണ്ടതാണ് സമ്പത്ത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് അതിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ, പണത്തിന്റെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നതാണ്. മൂന്നാമത്തത്, ഒരു പരീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ അമാനത്ത്, അതിന്റെ ഹക്കുകൾ കൊടുത്തുവിട്ടിട്ടില്ല എങ്കിൽ നമുക്ക് അള്ളാഹിനോട് വയ്യ പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്നത് നമുക്ക് മനസ്സിലാക്കണം. സമ്പത്തിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 2.5%, നമ്മുടെ സമ്പത്തിന്റെ 2.5% പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടേതാണ്. അത് ഹക്കാണ്, നമ്മുടെ ഹക്കല്ല, മറ്റുള്ളവരുടെ ഹക്കാണ്. അത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി 97.5 97% സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി സ്വതക്ക ചെയ്യണം.
സക്കാത്തിനേക്കാളും കൂടുതലായി ഖുർആൻ നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്നത്, ധാരാളമായി ചെയ്യാൻ പറഞ്ഞത് എന്താണ്? സദക്കയെ പറ്റിയാണ്. സദക്ക എപ്പോഴും എന്നും കൊടുക്കേണ്ടതാണ്. സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ കൊടുക്കേണ്ടതാണ്. സദക്ക എന്നും എപ്പോഴും സാധ്യമാകുമ്പോഴൊക്കെ ഉള്ളതിൽ നിന്ന് തൃപ്തിപ്പെട്ട് കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. അത് അവസാനിപ്പിക്കേണ്ടതല്ല. സക്കാത്തോ വർഷത്തിൽ ഒരു തവണ മാത്രം കൊടുക്കേണ്ട സംഗതിയാണ്. ഇസ്ലാമിന്റെ 5 പ്രധാന തൂണുകളുണ്ട്. നമുക്കറിയാം ഇസ്ലാം കാര്യം 5 അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. പക്ഷെ ചില ആളുകൾക്ക് 4 തൂണേ ഉണ്ടാവുള്ളൂ. നിസ്കാരം വളരെ ക്ലിയർ ആയിരിക്കും, നോമ്പൊക്കെ നോൽക്കുണ്ടാവും, അല്ലെ ഹജ്ജ് ഉംറയും ചെയ്യുണ്ടാവും, ഷഹാദത്തൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും, പക്ഷെ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് അത് കണക്കൂട്ടുമ്പോ എങ്ങനായാലും ഉണ്ട് എന്ന് തോന്നൂല. ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. തോന്നൂല. അവർക്ക് 4 തൂണേ ഉണ്ടാവുള്ളൂ. കാര്യമില്ല. ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഈ ഷഹാദത്ത് തെളിവ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും പൂർണ്ണമാകണ്ടേ? അപ്പോ ഈ 5 തൂണിൽ വളരെ പ്രധാനപ്പെട്ട സക്കാത്ത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാനും സക്കാത്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ശരിക്കും സക്കാത്ത് നമുക്ക് എപ്പോഴും കണക്കാക്കാം. 12 മാസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു സമയം നമ്മളതിന് നിശ്ചയിക്കണം. അത് കണക്കാക്കി ഒരു വർഷം തികയുമ്പോൾ നമ്മുടെ നിസാബ് അതിന്റെ പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിൽ കാണിക്കുന്ന പോലെയുള്ള ശ്രദ്ധ, ബാങ്ക് കൊടുക്കുന്നു, ജമാഅത്തിന് പോകണം, അല്ലെങ്കിൽ വക്ത് നിസ്കരിക്കണം, എവിടെയെങ്കിലും ഒരു യാത്രയിലാണ് എന്നാലും പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം എന്നൊക്കെ നമുക്കൊരു ശ്രദ്ധയുണ്ട്, ഒരു ബോധമുണ്ട്. പക്ഷെ സക്കാത്തിന്റെ വിഷയത്തിൽ അത്തരം ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. കാണിക്കാറുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഖുർആനിൽ കുറേ കൽപ്പനകൾ കാണും. അത്തിയുല്ലാഹു റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇതിലൊരാൾ ആദ്യത്തെ മാത്രം എടുത്താൽ എങ്ങനെ ശരിയാ? അനിഷ്കുർലി വലിവാലിദൈക, നിങ്ങൾ എന്നോട് ശുക്ർ കാണിക്കണം. വലിവാലിദൈക, മാതാപിതാക്കളോട് ശുക്ർ കാണിക്കണം. നമ്മൾ അള്ളാഹിനോട് കാണിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് കാണിക്കില്ല. ഇങ്ങനെ ശരിയാവുക? ഖുർആൻ അതുപോലെ പറഞ്ഞൊരു കാര്യമാണ് അഖീമുസ്സലാ വആതുസ് സക്കാത്ത് എന്ന്. നിങ്ങൾ നമസ്കരിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൃത്യമായി കൊടുക്കുക എന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും അള്ളാന്റെ കൽപ്പനകളിൽ ഏതെങ്കിലും നമുക്ക് സൗകര്യമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും നമ്മൾക്ക് തോന്നുന്നതും എടുത്താൽ പോരാ. ഖുർആനിന്റെ ഉള്ളടക്കത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ബാധ്യത എന്താണ്? ഖുർആൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിങ്ങളുടെ സമ്പത്തിലെ സക്കാത്തിന്റെ വിഹിതം, സദഖയിനോട് വിശേഷിപ്പിച്ചത് സക്കാത്താണ്. നിർബന്ധമായി നിങ്ങൾ കൊടുക്കേണ്ട ദാനം അത് കൊടുക്കുക. തുതഹിറുഹും, അത് നിങ്ങളെ മൊത്തത്തിൽ ശുദ്ധീകരിക്കും. തുസക്കീഹിം, നിങ്ങളത് സംസ്കരിച്ചെടുക്കുമെന്നാണ്. അപ്പൊ അത് കൊടുത്താൽ നമ്മുടെ അകവും പുറവും ഒക്കെ ശുദ്ധമാവും, നമ്മൾ തന്നെ ശുദ്ധമാവും, സമ്പത്ത് ശുദ്ധമാവും എന്നാണ്. അപ്പൊ നമ്മളെ തസ്കിയത്ത് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഖുർആൻ എന്ത് ചെയ്യാനാ പറഞ്ഞത്? വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിന്റെ ഒക്കെ കാര്യങ്ങളിൽ കണിശമായി ചിന്തിക്കുകയും അതാത് കറക്റ്റ് സമയത്ത് നീക്കി വെക്കുകയും മാസാമാസം അത് കണക്കൂട്ടിയൊക്കെ കറക്റ്റാക്കി വെക്കുകയും ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ കൂടുതൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് ഒന്നിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആപത്തുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ ഈമാനിന്റെ കരുത്തോടുകൂടി അതിനൊക്കെ മറികടക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക സഖനുൽ ലഹും, ഈ പ്രാർത്ഥന അവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമെന്നാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ സക്കാത്ത് കൊടുത്താൽ, സദഖ കൊടുത്താൽ എന്താണ് നമുക്കുള്ള ഗുണം? അതിനെന്ത് വർധനവാണ് ഉണ്ടാകുക? നഷ്ടപ്പെടുമോ? അത് കുറയാണോ ചെയ്യാം? ഖുർആൻ അത് പറഞ്ഞു തരുന്നു. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, നിങ്ങളുടെ ധനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഒരു ഉപമ പോലെയാണ്, ഒരു ഉദാഹരണം പോലെയാണ്. കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെ, അൻപത്തത്ത് സബ്അ സനാബിൽ, ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി, 7 കതിരായി അത് വളർന്നു. എന്നിട്ടോ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ ഈ ഇതിലും ചെടിയിലും അതില് 100 കണക്കിന് ധാന്യമണികൾ ഉണ്ടായി എന്നുള്ളതാണ്.
ഒരു ധാന്യം നമ്മൾ നട്ടിട്ടുള്ളൂ, പക്ഷെ അതിൽ നിന്ന് 7 കതിരുകൾ പൊട്ടി മുളച്ചിട്ട് ഓരോന്നിനും 100 ധാന്യമണികൾ ഉണ്ടായി, മൊത്തത്തിൽ 700 ധാന്യമണികൾ ഉണ്ടായില്ലേ? അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ചാൽ എന്നാണ് അള്ളാഹ് തീർത്ത് കൃത്യമാക്കി പറഞ്ഞു തന്നു. അല്ലാഹു യുളൈഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു തആല അത് നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ച് അങ്ങനെ തരുന്നതാണ്. അപ്പൊ ഈ ആയത്തിൽ നല്ല വിശ്വാസമാണ്, അള്ളാഹിൽ തന്നെ നല്ല വിശ്വാസമാണ്, അള്ളാഹുവിന്റെ കലാമിൽ നല്ല വിശ്വാസമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷയോടുകൂടി കൊടുക്കാൻ കഴിയും, അല്ലെ? ഇതെന്റെ കടമയാണ്, പക്ഷെ അള്ളാഹു അത് ഇരട്ടിപ്പിച്ച് തരും എന്ന് ഉറപ്പുണ്ടാവും. അപ്പൊ സക്കാത്ത് കൊടുത്താൽ, സദക്ക കൊടുത്താൽ നമ്മുടെ ഈമാനിനെ അത് പുതുക്കലാണ് പ്രിയപ്പെട്ടവരെ. അത് കാരണം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണോ, നമ്മൾ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കണം. ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികരവുമായ ഒക്കെ കാര്യങ്ങളിൽ, നമ്മുടെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ബർക്കത്തുണ്ടാകുമെന്നാണ്. മാത്രമല്ല കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവലാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ഇതിൽ ഏതാ നമ്മൾ ആഗ്രഹിക്കാത്തത്? ഈ പറഞ്ഞതിൽ ഏതാ നമ്മൾ ആഗ്രഹിക്കാത്തത്? എല്ലാം നമുക്ക് വേണം, പക്ഷേ നമ്മൾ അതിന് ചെയ്യാം. ആരാണ് സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാർ? സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി ഖുർആൻ എന്താണ് പറഞ്ഞത്? സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാർ ആരാണ്? ഖുർആൻ പറഞ്ഞു, വൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശമുണ്ടാകട്ടെ. ശിർക്കുകളുടെ ഭയങ്കര വെറുപ്പാണ്. ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. അവരെ പറ്റി പറഞ്ഞു, വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്, അവര് സക്കാത്ത് കൊടുക്കൂല എന്നുള്ളതാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവർ എന്ന നിലയ്ക്ക് ഖുർആൻ എടുത്തു പറഞ്ഞത് മുശ്രിക്കുകളെ കുറിച്ചാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പ്രിയപ്പെട്ടവര്. പലപ്പോഴും കൊടുക്കുമ്പോൾ ആൾക്കാർ പിശാചി നമ്മളെ ഭയപ്പെടുത്തും, തീർന്നു കേട്ടോ, ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തും, അല്ലെ? പലതും പറഞ്ഞ് പേടിപ്പിക്കും, നമ്മുടെ മനസ്സ് തീർന്നു പോകുന്നൊക്കെ പേടിപ്പിക്കും. പക്ഷെ അള്ളാഹു പറഞ്ഞ ആ ആയത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് യഖീനാവും. അല്ലാഹു യുളൈഫു ലിമൻ യശാ, അള്ളാഹ് ഇരട്ടിപ്പിച്ചു തരുമെന്നാണ്. ആ നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയണമെന്നതാണ്. ഇനി സക്കാത്ത് നൽകാതിരുന്നാലുള്ള ശിക്ഷ എന്താണ്? അവർ നരകത്തിൽ പ്രവേശിക്കുന്നുള്ളതിൽ സംശയമില്ല. നരകാവകാശവും. നമ്മൾ ഈ ജീവിതം, കുറഞ്ഞ ജീവിതം, അല്ലെ? അള്ളാഹിന്റെ പരീക്ഷണങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ ജീവിക്കാണ്. ഈ ഹയാത്തിനും മൗത്തിനും ഇടയിലുള്ള ജീവിതമാണ്. നമുക്ക് സ്വർഗം കിട്ടണം പ്രിയപ്പെട്ടവരെ. അതിന് നമ്മളുടെ ചില അശ്രദ്ധയും അലസതയും ഒക്കെ കാരണമായിക്കൂടാ എന്നുള്ളതാണ്. ഖുർആൻ പറയാണ്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയുമൊക്കെയായി ചില ആളുകൾ അവരുടെ സമ്പത്തിനെ കൂമ്പാരങ്ങളാക്കി നിധിയാക്കി വെച്ചിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അതൊന്നും ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ കഠിനമായ ശിക്ഷയെപ്പറ്റി നീ അവരെ സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചകരെ. എന്താണ് അവർക്ക് സംഭവിക്കുക? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹദാ മാ കനതും ലിയൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നാളെ നരകത്തിന്റെ അഗ്നിയിൽ വെച്ചതൊക്കെ ചുട്ടു വഴിപ്പിച്ചെടുക്കും. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ പൂഴ്ത്തി വെച്ചത്, നമ്മൾ സ്വതക്ക ചെയ്യാതെ ഒളിപ്പിച്ചു വെച്ചത്, നമ്മൾ മറ്റുള്ളവന്റെ അവകാശം തടഞ്ഞു വെച്ചത്, നമ്മുടെ സമ്പത്തിന്റെ അവകാശം ഒരാളുടെ കയ്യിലും എത്താത്ത സമ്പത്തൊക്കെ തീർന്നു പോകും വിചാരിച്ച് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചത്, അട്ടിക്കട്ടി വെച്ചത്, ലോക്കറിൽ വെച്ചത്, അതൊക്കെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അണിഞ്ഞ് നടന്നതൊക്കെ ഉണ്ടാവും. സ്വർണവും വെള്ളിയും കറൻസിയും ഒക്കെ ആയിട്ട് പലതരത്തിൽ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ പലയിടത്തും കൂട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഹക്ക് കൊടുക്കാത്ത സമ്പത്താണ് എങ്കിൽ നരകത്തിൽ എത്തുമ്പോ അത് അല്ലാഹു തആല അതിങ്ങനെ ഒരുക്കിയെടുത്ത് ചുട്ട് പഴിപ്പിച്ചെടുക്കുമെന്നാണ്. അതിങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക സമ്പത്തൊക്കെ. എന്നിട്ട് അതൊക്കെ മലായികത്തുകൾ അവരുടെ നെറ്റിത്തടത്തിലും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലും അവരുടെ മുതുകളിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമെന്നാണ്. വേദന കൊണ്ട് അവർ പൊളയും. നരകത്തിന്റെ അഗ്നി വേറെ, അതിന്റെ പുറമെയുള്ള വലിയ ശിക്ഷകൾ അവരെ ബാധിക്കുമെന്നാണ്. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയപ്പെടും, ഹാദാമാതുല്യം പുസിക്കും, നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച നിധിയാണിത്, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ കൂമ്പാരമാണിത്. ഫദൂഖൂമാ കുൻതും തക്നിസൂൻ, നിങ്ങളിങ്ങനെ കെൻസാക്കി വെച്ചതൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് പറയുന്നതാണ്.
സ്വർഗാവകാശികളായ മനുഷ്യർ ദാനധർമ്മത്തിന്റെ പേരിൽ അല്ലെ, സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ വമ്പിച്ച സ്വർഗത്തിന്റെ സുഖങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ ഇവിടെ ദുനിയാവിൽ അള്ളാഹു കൊടുത്ത നിഅമത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ചില മനുഷ്യരെ പറ്റിയാണ് ഈ പറഞ്ഞത്. വളരെ ഗൗരവമുള്ള ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ, നമ്മളത് ശ്രദ്ധിക്കണം. മാത്രമല്ല ഖുർആൻ പറയുന്നുണ്ട്, സയതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവര് ഈ പിശുക്ക് കാണിച്ചതിന്റെ പേരിൽ ഇതൊക്കെ അവരുടെ കഴുത്തുകളിൽ മാലയായി ചാർത്തപ്പെടുമെന്നാണ്. എന്തൊരു വഷളത്തരാണ്! നമ്മളെ ഭൂമി, നമ്മുടെ സ്വർണം പണ്ടവും നമ്മുടെ സമ്പത്തൊക്കെ ഇങ്ങനെ മാലയായി തൂക്കിച്ച ആളുകൾക്കിടയിൽ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിലൂടെ അപമാനിതരാകുന്ന ഒരു സാഹചര്യം, നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ പ്രവേശിക്കപ്പെടുന്ന ദയനീയമായ രംഗം ഖുർആൻ പറഞ്ഞുതരാണ് പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന് നമ്മൾ പ്രിയപ്പെട്ടവരെ സക്കാത്തിലും സദഖക്കൊക്കെ വലിയ ഗൗരവം നമ്മൾ കാണാന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഹക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നമ്മളെ ഈ കീശയിലുള്ള 2.5% കിട്ടിയിട്ട് വേണം പലരുടെയും വിശപ്പ് മാറ്റാൻ, പലരുടെയും വേദനകൾ മാറ്റാൻ, പലരുടെയും രോഗം മാറ്റാൻ, പലരുടെയും മരുന്നുകൾക്കുള്ള പൈസ നമ്മുടെ പോക്കറ്റിലാവും. അത് ചിലപ്പോൾ ഈ 2.5%പെട്ടതാവും, ചിലത് ഈ 97%പെട്ടതുണ്ടാവും. അതിൽ തന്നെ സ്വതക്ക നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ സ്വതക്കകൾ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെയുള്ള പല സംരംഭങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊക്കെ നമ്മുടെ വിഹിതം എത്തണമെന്നതാണ്. കുറേ ഉണ്ടായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സ്വതക്കയായി മാറ്റിവെക്കുക. നിസാബെത്തി സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അതതിന്റെ അവകാശികൾക്ക് കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം, കുറയോടത്ത് പ്രവർത്തിക്കുന്ന കനിവ് റിഹാബിലിറ്റേഷൻ ഫോറം എത്രയോ മനുഷ്യർക്കാണ്, 100 കണക്കിന് മനുഷ്യർക്കാണ് വായ്പയായും സഹായമായും രോഗത്തിന്റെ ചികിത്സക്കുള്ള ഫണ്ടായും ഭവന പദ്ധതിയായും തൊഴിലിന് ഉപകരണങ്ങളൊക്കെ ആയിട്ടൊക്കെ അവരുടെ സംവിധാനം അവിടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം, പുളിക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പാലിയേറ്റീവ് കെയർ 300ഓളം രോഗികളുമായിട്ട് അതിപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മുടെ കയ്യും കണ്ണും എത്തേണ്ട ഒരു സ്ഥലത്ത് കുത്തുപാടത്തെത്തിയിട്ടുണ്ട്. 100 കണക്കിന് രോഗികൾ ദിവസം കാത്തിരിക്കാണ് ആ വണ്ടി ഒന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടി. ഇട്ട ആ ട്യൂബൊന്ന്, മൂത്രത്തിന്റെ ട്യൂബൊന്ന് മാറ്റാൻ വേണ്ടി, അല്ലെ ഒന്ന് വാ തുറന്ന് സംസാരിക്കാൻ ഒരു ഡോക്ടറോ ഒരു നഴ്സോ ഒരു വളണ്ടിയറോ വന്നാൽ മതി എന്നുള്ളത്. റമദാനിലും പെരുന്നാളിലും ഓണത്തിനും ക്രിസ്മസിനാവട്ടെ പല ആഘോഷങ്ങളിലും നമ്മുടെ ആ പാലിയേറ്റീവിന്റെ വണ്ടി പ്രതീക്ഷിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ നാട്ടിലെ ഈ പ്രദേശത്തെ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾക്കത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൺമുമ്പിലാണ് അവർക്ക് ഈ ഒരു സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. കൊടുത്തിയില്ലെങ്കിൽ വേദന അകറ്റാനുള്ള മോർഫിൻ ഗുളികണ്ട്, കുറഞ്ഞ പൈസയിലുള്ളൂ. പക്ഷേ അതവിടെ എത്തിയില്ലെങ്കിൽ വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പ്രയാസപ്പെടുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കുള്ള വിഹിതം നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നെറുകറിയത്തായി നിർബന്ധമായി ദാനം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇസ്ലാമിൽ അങ്ങനെയുണ്ട്. ചിലപ്പോൾ വളരെ നിർബന്ധമായി കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. പിക്കിന്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ബൈത്തുൽ മാലിലേക്ക് മാറ്റേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഇസ്ലാമിലുണ്ട്. അതിന് പിന്നെ കണക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കൊടുത്തോളം എന്നുള്ളതാണ്. അത്തരം ചില സന്ദർഭങ്ങളുണ്ടാവും അല്ലെ. കോടിക്കണക്കിന് മനുഷ്യർ, നമ്മുടെ കോടിക്കണക്കിന് രൂപ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ ശ്രദ്ധയുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അനാഥകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്കറിയാം. അനാഥകളുടെ വിഷയമാണ്, വിധവകളുടെ വിഷയമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾ, അതിനൊക്കെ വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങളുള്ള സെന്ററുകളൊക്കെ നമുക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ എയ്ഡ് സെന്ററുകൾ, കെയർ ഹോമൊക്കെ പോലെയുള്ള സംവിധാനങ്ങൾ, ഈലാഫിന്റെ ഭക്ഷണം നൽകുന്ന കേന്ദ്രങ്ങളൊക്കെ മെഡിക്കൽ കോളേജിന്റെ സമീപ പ്രദേശത്ത് നമ്മുടെ പ്രാസ്ഥാനികമായൊക്കെ വളരെ സപ്പോർട്ടോടുകൂടി നടക്കുന്ന ഇത്തരം സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇങ്ങനെ മനസ്സറിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. നമ്മുടെ പുളിക്കൽ തന്നെ ഷെൽട്ടർ, ഈ പ്രോജക്റ്റ് ബേസുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന സംരംഭങ്ങളാണ് അവരുടേതൊക്കെ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ കാരുണ്യാണ് വേണ്ടത്, നമ്മുടെ മനസ്സലിയാണ് വേണ്ടത്. അതിൽ നമ്മുടെ സക്കാത്തും അതുപോലെ തന്നെ നമ്മുടെ സദഖകളുമൊക്കെ എത്തുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ അത്തരം ആനുകൂല്യം പറ്റുന്ന ആളുകളുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആളുകളുടെ കീശയിൽ ഒരുപാട് പണം ഉണ്ടായിട്ട് തരുന്നതെന്ന് വിചാരിക്കരുത്. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആളുകൾ ഈ ദാനം ചെയ്യുന്നതും സ്വതക്ക് കൊടുക്കുന്നതൊക്കെ ആളുകളുടെ വിചാരം കുറേ ഉള്ളവരാണ് കൊടുക്കണമെന്നാണ്. അല്ല,
ഉള്ളതിൽ നിന്ന് കൊടുക്കുകയാണ്. അവരുടെ ഒരു നല്ല ഭക്ഷണം മാറ്റി വെച്ചിട്ടാവും ചിലപ്പോൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം വാങ്ങേണ്ട പൈസ മാറ്റി വെച്ചിട്ട് അവർക്ക് കൊടുക്കും, അല്ലെങ്കിലോ അവരുടെ മക്കൾക്ക് കിട്ടേണ്ട ഒരു സന്തോഷം മാറ്റി വെച്ചിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. ഇത് വെറുതെ കിട്ടുകയാണ് എന്ന് ആളുകൾ വിചാരിക്കരുത്. അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അള്ളാഹുവിനോട് ഏറ്റവും കടപ്പെട്ടവരാണ് അവരും എന്ന് മറക്കരുത്. മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ചില ആളുകൾക്ക് പണം ഉണ്ടാവില്ല കൊടുക്കാൻ, പക്ഷേ ഈ മേഖലയിലൊക്കെ നമ്മുടെ ആരോഗ്യം കൊടുക്കാൻ പറ്റും, നമ്മുടെ സമയം കൊടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, പണം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവില്ല. ഇത് പിരിവിന് പോകണമെന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബക്കറ്റൊക്കെ നമ്മളിങ്ങനെ നെഞ്ചത്ത് കുത്തരുത്. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല എന്ന് ഈ പിരിക്കാൻ പോണവർ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം കൊടുത്തവർക്ക് ഈ വർഷം കൊടുക്കാൻ പറ്റിയില്ലാന്ന് വരും. അതൊക്കെ നമ്മൾ അതിന്റെ മുന്നിലൂടെ ഇങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്താൽ മനസ്സലിവുള്ളവരും പടച്ചോനെ പോടിയുള്ളവരും എടുത്തു കൊടുത്തോളും. പിന്നെ നമ്മൾ കുത്തി നോവിക്കരുത്, റെസീപ്റ്റ് കാണിച്ച് നിർബന്ധിപ്പിക്കരുത്, മുമ്പുള്ള റെസീപ്റ്റിന്റെ എണ്ണക്കം കാട്ടി വില വേച്ചരുത്. അതൊക്കെ ഒരു മോശമായ പരിപാടിയാണ്, ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ പിരിവിന് പോകണമെന്ന് വിചാരിക്കുന്നത് അവകാശമാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മറ്റുള്ളവന്റെ മാനസികാവസ്ഥയും പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ പരിഗണിക്കണം. പലരും അഭിമാനബോധം കൊണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു, പിരിവ് ഒരുപാട് വന്നു, കഴിഞ്ഞ വർഷം കൊടുത്തതിനെ കണക്ക് നോക്കിയിട്ട് പുസ്തകം നോക്കി അങ്ങനെ വരികയാണ്. പക്ഷെ പിന്നീട് കുടുംബത്തിൽ ചെലവ് നടത്താൻ കടം വാങ്ങേണ്ട അവസ്ഥ വന്ന ഒരു സഹോദരൻ വേദന പങ്കുവെച്ചത് ഓർക്കാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും, പക്ഷെ അവരാരും പറയില്ല അതൊന്നും. അതൊക്കെ പോകുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം എന്നതാണ് ഈ സ്വതക്കയും സക്കാത്തും പിരിവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കൊടുത്താൽ അത് ബാക്കിയായി പ്രിയപ്പെട്ടവർ, നമ്മൾ കൊടുത്തത് ബാക്കിയുണ്ടാവും, ബാക്കിയൊക്കെ കഴിച്ചു തീരും അല്ലേ, അത് മലിനമായി പോകും. നമ്മളിട്ട വസ്ത്രം നുരുപ്പിപ്പോവും. നമ്മുടെ ദുനിയാവിലെ എല്ലാം ഒരു ദിവസം തീരും പ്രിയപ്പെട്ടവര്, മണ്ണോട് ചേരും. അതൊക്കെ നമ്മൾ കൊടുത്തത്, നമ്മൾ ചെയ്തത്, അമൽ സ്വാലിഹാത്തുകളും സദഖകളൊക്കെ ബാക്കിയാവും. അതാണ് നാളേക്ക് ഖബറുകളിലേക്ക് ബാക്കിയായി വരിക, സദഖ ജാരിയായി നമ്മുടെ ഖബറിലേക്ക് വരും. അതൊക്കെ അതിങ്ങനെ വളർന്ന് വിശാലമാകും, വലുതാകും, പന്തലിക്കും. പരലോകത്തെത്തുമ്പോ നമ്മളോട് പറയും മലായിക്കത്തുകൾ, ആ കാണൊക്കെ നിങ്ങളുടെ സമ്പത്താണ് തോന്നും. അപ്പൊ നമ്മളൊരു ഇതൊന്നും എന്റെ സമ്പത്താവില്ലല്ലോ, മലക്കൾ പറയുമെന്നാണ്. നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സ്വതക്കകൾ കൊടുത്തില്ലേ, സ്വതക്ക ജാരിയകൾ, അതാണ് കൂമ്പാരമായി കിടക്കുന്നത്. ആളുകളുടെ പ്രാർത്ഥനയാണ് കൂമ്പാരമായി കിടക്കുന്നത്, വലിയ പ്രതിഫലമായി കിടക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതിനൊരു സന്തോഷത്തിലായിരിക്കും, കൺകുളിർമെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ഈ പരിസരത്തെ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ഓരോ ഇടങ്ങളിലും നമുക്ക് സാധ്യമാകുന്ന തരത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സക്കാത്ത് നിർബന്ധദാനം, അത് നമ്മൾ എല്ലാവരും കണക്ക് കൂട്ടി കൃത്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ മഹല്ലിലും സക്കാത്ത് സെല്ല് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. കമ്മിറ്റികളെ ഏൽപ്പിച്ചാൽ കമ്മിറ്റികൾ അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടതുണ്ട്. നാട്ടിലെ ഇത്തരം അവകാശികൾ ആരാണെന്ന് കണ്ടെത്തി ആ പണം കൃത്യമായി അവരിൽ എത്തിക്കുക എന്നത് പിന്നെ കമ്മിറ്റികളുടെയൊക്കെ ബാധ്യതയാണ്. നേരിട്ടോ കമ്മിറ്റി മുഖേനയൊക്കെ നമുക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ ആകാവൂ എന്നുള്ള ഷർത്തൊന്നും അതിലില്ല. സക്കാത്ത് അവകാശികളെ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. മുസ്ലിമാണോ, സമ്പത്തുണ്ടോ, ഒരു വർഷം തികയുമ്പോൾ അതിന്റെ ഓരോ സമ്പത്തിനുള്ള നിസാബ് തികഞ്ഞിട്ടുണ്ടോ, അവർ സക്കാത്ത് കൊടുത്തോളണം എന്നുള്ളതാണ്. ആ സമ്പത്ത് നമ്മുടെ മിൽക്കിയത്തിൽ, നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? വരുമാനമുള്ളതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. വർധനവിനുള്ളൊക്കെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പണം വരുമാനമായി വരും, അതിന്റെ വർധനമായിട്ട് വരുന്ന മേഖലകളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ പണത്തിന്റെ, നാണയത്തിന്റെ, കറൻസിയുടെ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കൃഷിക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്. സ്വർണം, വെള്ളി, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന മുതലുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കാലികളുടെ ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കേണ്ടത്. നിധിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സക്കാത്ത്, അതിന്റെ വിഹിതം കൊടുക്കേണ്ടത്. പണം കയ്യിലുള്ളവരുടെ സക്കാത്ത് എങ്ങനെയാണ്? ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ
ദിവസം കൂലിപ്പണിക്ക് പോണ ആളുകളുണ്ടാവും. അവരുടെയൊക്കെ വരവ് നമുക്ക് കണക്കാക്കണം. നമുക്ക് ഒരു മാസത്തിൽ, ഹിജ്റ മാസം പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു മാസം നമ്മൾ നിശ്ചയിക്കണം. ഒരു വർഷത്തെ കണക്ക് നമ്മൾ എടുക്കണം. ഇപ്പോൾ റമദാൻ 1, റമദാൻ 15, റമദാൻ 30, അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് മാസമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുഹറം, റജബ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മാസം നമ്മൾ നിശ്ചയിക്കുക. അത് മുതൽ അതുവരെ. റമദാനാണ് നമുക്ക് ഇപ്പോൾ ഓർക്കാൻ എളുപ്പം. റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഒരു വർഷത്തെ നമ്മൾ കണക്കാക്കുമ്പോൾ അതിൽ കഴിഞ്ഞ റമദാൻ 1 മുതൽ ഈ റമദാൻ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ നാണയത്തിന്റെ കറൻസിയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ ഏകദേശം ഒരു 65,000 റുപ്യാണ് ഇപ്പോ ഈ വെള്ളിയുടെ ഒരു മൂല്യമായി 590 ഗ്രാം അല്ലെങ്കിൽ 595 ഗ്രാമിനൊക്കെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അത്രയും പണം നമ്മുടെ കൈവശം ബാലൻസ് ആയി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ഡെപ്പോസിറ്റിൽ, ബാങ്കിൽ, കുറിയായി കൊടുത്തതിൽ, ഇങ്ങനൊക്കെ ഈ പണമായി കിടക്കുന്ന സാധനങ്ങളുണ്ടാവും. കടം കൊടുത്തതൊക്കെ ഉണ്ടാവും. കടത്തില് ഒന്നുകിൽ അത് ആ പണത്തിൽ കൂട്ടുക, അല്ലെങ്കിൽ കടം തിരിച്ചു കിട്ടുമ്പോൾ ഈ നിസാബിന്റെ എമൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് അപ്പോൾ കൊടുത്താൽ മതി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ തന്റെ കൈവശമുള്ള കറൻസി, അക്കൗണ്ടിലുള്ള പണം, അതുപോലെ ഈ സർക്കാർ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവർ ഈ PF എന്നതുണ്ടാവും, പെൻഷൻ ഫണ്ട് പോലെയുള്ള അവർക്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ടിന്റെ വിഹിതമൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് നോക്കാം. എന്നിട്ട് ഈ നിസാബ് എത്തുന്നുണ്ടെങ്കിൽ അയാൾ ആ മൊത്തം സമ്പാദ്യത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഒരു മാസം ഒരു വ്യക്തിക്ക് അയാളുടെ അത്യാവശ്യ ചെലവ്, അത്യാവശ്യ ഭക്ഷണത്തിനുള്ള ചെലവ്, അത്യാവശ്യം വസ്ത്രം വാങ്ങാനുള്ള ചെലവ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് അല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിനാവശ്യമായ ചെലവ്, അതിൽ പെട്രോൾ അടിക്കാനുള്ള ചെലവ്, രോഗം വന്നാലുള്ള ചികിത്സയുടെ ചെലവ്, മരുന്ന്, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വരുന്ന ഒരു ചെലവ് നമുക്ക് ഇതിൽ നിന്ന്, ഈ മൊത്തം സമ്പത്തിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിന്റെ 2.5% നമ്മൾ എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കുക എന്നതാണ്. സ്വർണം ആണെങ്കിൽ 85 ഗ്രാമാണ്, 10.5 പവൻ, അതാണ് അതിന്റെ നിസാബ്. 10.5 പവൻ സ്വർണം ഒരാളെ കൈവശമുണ്ടെങ്കിൽ ആ 10.5 പവന്റെ 2.5% കൊടുക്കണം. അത് 11 പവനാണെങ്കിൽ കൊടുക്കണം. 10 പവനാണെങ്കിൽ കൊടുക്കേണ്ടതില്ല, നിസാബ് എത്തിയെങ്കിൽ കൊടുത്താൽ മതി എന്നാണ്. എന്നാൽ കയ്യിലുള്ളതിന്റെ ഒക്കെ 2.5% കൊടുക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും 85 ഗ്രാം സ്വർണം അല്ലെങ്കിൽ 10.5 പവൻ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നതാണ്. അപ്പൊ അത് പിന്നെ ഒരു ഗ്രാമൊക്കെ കണക്കാക്കിയാൽ 85 ഗ്രാമിന്റെ 2.5% 2.125 ഗ്രാം, ആ സ്വർണത്തിന്റെ 2.125 ഗ്രാമൊക്കെയാണ് 10.5 പവന് കൊടുക്കേണ്ടത്. അതിൽ കൂടുതലുള്ളവർ അത് കണക്കാക്കിയിട്ട് ആ സ്വർണം എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വർണത്തിന് പകരം അതിന്റെ മാർക്കറ്റ് വില കണക്കാക്കിയിട്ട് മൂല്യം കണക്കാക്കുക. ഇപ്പൊ എത്രയാണ് ഒരു പവന് അല്ലെങ്കിൽ ഒരു ഗ്രാമിന് പൈസ കണക്കാക്കുക. എന്നിട്ട് 85 ഗ്രാമിന്റെ മാർക്കറ്റ് വില എടുക്കുക. എന്നിട്ട് ആ പണത്തിന്റെ മൊത്തം 2.5% കണക്കാക്കിയ പൈസ ക്യാഷ് ആയിട്ട് കൊടുത്താലും മതി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആഭരണമായി ഉപയോഗിക്കുന്ന വെള്ളി, സ്വർണം, ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കണ്ട എന്ന് ആളുകളുടെ അഭിപ്രായം കാണാം. പക്ഷേ അങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. നിസാബ് എത്തിയിട്ടുണ്ടോ, സ്വർണ്ണാണോ വെള്ളിയാണോ, നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കലാണ് അതിലെ സൂക്ഷ്മത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരുടെ കയ്യിലാണ് മുതല്, ആരുടെയാണ് ഈ മുതല്, സ്വർണ്ണാട്ടെ, വെള്ളിയാട്ടെ, പൈസ ആട്ടെ, മറ്റാവട്ടെ, അവരാണ് സക്കാത്ത് നൽകേണ്ടത്. ചിലപ്പോൾ ഭാര്യയായിരിക്കും സമ്പത്തിന്റെ ഉടമ, അവരാണ് കൊടുക്കേണ്ടത്, അവരാണ് സമാധാനം പറയേണ്ടത്, അവരത് കൊടുക്കേണ്ടി വരും എന്നതാണ്. അവർക്ക് ശമ്പളം ഉണ്ടെങ്കിൽ അവരതിന്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണം അവരുടെ പേരിലാണ്, അവരുടെ മുതലാണെങ്കിൽ അവർ കൊടുത്തോളും. അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വപ്പെട്ട ഭർത്താക്കന്മാർക്കോ പാപ്പകൾക്കൊക്കെ അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. കച്ചവട ആവശ്യങ്ങൾക്ക് വാങ്ങിയ ഭൂമി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അവര് ഈ കച്ചവട ആവശ്യങ്ങൾക്ക് വാങ്ങിയ ഭൂമി അത് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക, ആ സമയത്ത് എന്ത് ചെയ്യണം, അതിന്റെ മാർക്കറ്റ് വില കണക്കാക്കി 2.5% എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. വിൽപ്പന ആവശ്യത്തിനുള്ളതല്ലെങ്കിൽ ആ പറമ്പിൽ നിന്ന്, സ്ഥലത്തിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ അതൊരു വർഷത്തെ നമ്മളെ കൈവശ സമയം ഒരു വർഷം ആകുകയാണെങ്കിൽ അതിൽ നിന്ന് വരുമാനം കണക്കാക്കി എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ വരുമാനം നമ്മുടെ മറ്റു വരുമാന സ്രോതസ്സിലേക്ക് കൂട്ടിച്ചേർത്ത് മൊത്തത്തിലായിട്ട് കൊടുത്താലും മതിയാവും. മറ്റൊന്ന്, ആളുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ബിസിനസ് പോലെ തന്നെയാണ്. അതിന്റെ കെട്ടിടത്തിന്റെ വില കണക്കാക്കേണ്ടതില്ല, അതിന്റെ വാടകയുടെ വരുമാനം ഉണ്ടാവും, മാസം മാസമുള്ള വാടക വരുമാനം.
അത് കണക്കാക്കി അതിന്റെ 2.5% നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഈ വാടക വരുമാനം നമ്മുടെ കറൻസിയുമായി ലയിപ്പിച്ചിട്ട് ആ ഫണ്ട് അതിലേക്ക് വെച്ച് മൊത്തത്തിൽ 2.5% കൊടുക്കുക എന്നുള്ളതാണ്. കച്ചവടക്കാര് അവരുടെ നിലവിലെ സ്റ്റോക്ക് എടുക്കണം, കയ്യിലെ നീക്കിയിരിപ്പ് നോക്കണം, കിട്ടാനുള്ള പണം കാൽക്കുലേറ്റ് ചെയ്യണം, കൊടുക്കാനുള്ളത് മൈനസ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനപരമായ അവർക്കുള്ള ചെലവുകൾ ഉണ്ടാവും, അതൊക്കെ മൈനസ് ചെയ്ത് ഈ നിസാബ് എത്തുന്നുവെങ്കിൽ 290 ഗ്രാം വെള്ളിയുടെ നിസാബ് എത്തുന്നുവെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പല ആളുകളും പല ബിസിനസ്സിൽ ഷെയർ ഉണ്ടാവും. ഈ ഷെയർ അപ്പൊ ഓരോ ഷെയറിനും ഓരോ കാലത്തും ഓരോ വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ കണക്കാക്കിയിട്ട് അതിന്റെ മാർക്കറ്റ് നോക്കി അതിന്റെ വരുമാനത്തിന് അതിന് എന്ത് ചെയ്യണം, അതിന്റെ ചെലവൊക്കെ മൈനസ് ചെയ്ത് വരുമാനം കണക്കാക്കിയിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കൃഷി നെല്ലുണ്ടാക്കുന്ന ആളുകൾ, പച്ചക്കറി ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റു ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അടക്ക, തേങ്ങ, അല്ലെങ്കിൽ വാഴ, കപ്പ, പച്ചക്കറി, ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാവും. അവര് അതിന്റെ വിളവെടുപ്പ് സമയത്ത് ഒരു 600 കിലോഗ്രാം നെല്ല് അതിനെന്ത് വില ഉണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ അത്ര മതിപ്പിന് സാധനം നമുക്ക് മറ്റു വിളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് അതിന്റെ നനച്ച് ചെലവൊക്കെ മുടക്കി പൈസ ചെലവാക്കിയാണ് ചെയ്തതെങ്കിൽ അതിന് 5%. അതല്ല അള്ളാന്റെ മഴ കിട്ടി അങ്ങനെ പടോളായിട്ടൊക്കെ അങ്ങനെ ഉണ്ടായതാണെങ്കിൽ അതിന്റെ 10% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കാലികൾ അതുപോലെ തന്നെയാണ്. ആടാണെങ്കിൽ 120 ആടുണ്ടെങ്കിൽ അയാൾ ഒരു ആടിന് സക്കാത്ത് കൊടുക്കണം. 30 പശു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാടുണ്ടെങ്കിൽ അതാണ് അതിന്റെ കണക്ക്. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വളരെ കുറവാണ് അത് കൊടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ തെറ്റിദ്ധാരണ ടാക്സ് കൊടുത്താൽ സക്കാത്ത് കൂടുക എന്നുള്ളതാണ്. ടാക്സ് കൊടുത്താൽ രാജ്യത്തെ ഒരു പൗരൻ ചെയ്യേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഗതിയാണത് കൊടുക്കുക എന്നുള്ളത്. ടാക്സും സക്കാത്തേക്ക് ബന്ധമില്ല. ടാക്സിന് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ചെലവിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറക്കാമെന്നതാണ്. മറ്റൊന്ന് സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അവകാശികൾക്ക് എത്തുക എന്നുള്ളതാണ്. ആരാ അവകാശികൾ? നമ്മളുണ്ടാക്കുന്ന ലിസ്റ്റല്ല അവകാശം. ഫക്കീറാകണം, മിസ്കീനാകണം, അതിന്റെ ആമിലാകണം, മുഅല്ലഫത്ത് ഖുലൂബാകണം, റിഖാബ് അടിമകളിൽപ്പെട്ട പെരടി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാകണം, കടബാധ്യതയിൽപ്പെട്ട ആളുകളാണ്, അള്ളാന്റെ മാർഗത്തിൽ ഈ സബീലില്ല അതിൽപ്പെട്ട സംവിധാനത്തിലാകണം, അതുപോലെ ഇബ്നു സബീൽ വഴിയാത്രക്കാരൻ, ഇങ്ങനെ 8 അവകാശികളെ പറ്റി പറയുന്നുണ്ട്. അവരിലേക്കാണ് ആ പണം എത്തേണ്ടത്. അത് അതിനാണ് എത്തേണ്ടത്. ആളുകൾ ചിലപ്പോൾ പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ അതിനൊക്കെ സ്വതക്കകൾ കൊടുത്താൽ മതിയാവും. അതേസമയം ചില സ്ഥലത്ത് ഫീ സബീലില്ല എന്ന വകുപ്പിലാണ് പലപ്പോഴും അതൊക്കെ ഉൾപ്പെടുത്താറ് ആളുകൾ. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന സന്ദർഭമാണ്. യുദ്ധ സാമഗ്രികൾ വാങ്ങാൻ, യുദ്ധത്തിന്റെ ഭടന്മാർക്ക് കൊടുക്കാൻ, അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കാനൊക്കെയാണ് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ദഅവത്താണ് ഫീ സബീലില്ല എന്ന് പറഞ്ഞത്. ചില സ്ഥലത്ത് ദീനെത്തിക്കാൻ അവിടെ ഒരു മദ്രസ തുടങ്ങേണ്ടി വരും, ഒരു പള്ളി ഉണ്ടാകേണ്ടി വരും. ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം ചില പ്രദേശങ്ങളിലൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ നമുക്ക് ആ വിഹിതം എത്തിക്കും. മറ്റത് ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട 8 വിഭാഗത്തിനായിരിക്കണം ആ പണം എത്തേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അനാഥരായ മൈനറായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊക്കെ കുട്ടികൾ ചിലപ്പോൾ പണത്തിന്റെ സമ്പത്തിന്റെ ഉടമകളായിട്ടുണ്ടാവും. അവരുടെ ഉത്തരവാദിത്തം അവരുടെ രക്ഷിതാക്കൾക്കാണ് എന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയാനുണ്ട്. കൂടുതൽ പഠിക്കുക, ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട്. ജുമാ ഖുതുബ ഇങ്ങനെ നീണ്ടുപോകല്ലെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഈ മേഖലയിലൊക്കെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ വേണം. നമ്മുടെ സക്കാത്തിന്റെ വിഹിതം നമ്മൾ കൃത്യമായി കണക്കാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും അതിൻ്റെതായ കാര്യങ്ങളനുസരിച്ച് നിർവഹിക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ ഇണകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമുക്ക് സഹായവും സ്നേഹവും താങ്ങും തണലുമായിട്ട് കൂടെ നിന്ന ആളുകൾ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്.
രോഗം കാരണം പ്രയാസപ്പെടുന്നവർ, ശാരീരികമായ പ്രയാസം കാരണം മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹരംഗത്ത് പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ, രോഗം കാരണം ചികിത്സ കാരണമൊക്കെ മറ്റ് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, മനസ്സിന് ശരീരത്തിനൊക്കെ വലിയ വിഷമം നേരിടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ വീട്ടിലും ആശുപത്രികളിലും ഒക്കെ ചികിത്സയിലുള്ള ആളുകൾ, അവർക്ക് കൂട്ടിലിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ആഫിയത്തും തൗഫീഖും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഏവരിലും സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പഠനവും, നമ്മുടെ പരീക്ഷകളും, നമ്മുടെ ജോലിയും, നമ്മുടെ കച്ചവടവും, നമ്മുടെ കുടുംബജീവിതവും, നമ്മുടെ യാത്രകളും എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ, ധാരാളം സദുദ്ദേശങ്ങളോടെ നാഥ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം റഹ്മാനെ.